പത്തനാപുരം കുന്നിക്കോട് തെരുവു നായയുടെ കടിയേറ്റ് മരിച്ച നിയ ഫൈസലിന്റെ കുടുംബത്തിന് താങ്ങായി മാതൃഭൂമി. എന്റെ വീട് പദ്ധതിയുടെ ഭാഗമായി കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുകയാണ് മാതൃഭൂമിയും ചിറ്റിൽപ്പള്ളി ഫൗണ്ടേഷനും. വീടിന്റെ കല്ലിടൽ ചടങ്ങ് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിച്ചു. മനസ്സിൽ നിന്നും വിങ്ങലായി നിൽക്കുന്ന കൊല്ലം പത്തനാപുരം സ്വദേശിയായ 7 വയസ്സുകാരി നിയ ഫൈസലിന്റെ കുടുംബത്തിന് കരുതലാവുകയാണ് മാതൃഭൂമി. മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും എന്റെ വീട് പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. കല്ലിടൽ ചടങ്ങ് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിച്ചു. നിയയുടെ അമ്മ ഹബീറയ്ക്കും സഹോദരൻ മുഹമ്മദ് ഇഷാനുമാണ് വീടൊരുങ്ങുന്നത്. അവള് ജീവിച്ചിരിക്കുമ്പോൾ ഒരു വീട് കിട്ടാതെ ഇപ്പം അതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ എന്നാൽ എൻ്റെ മോൾക്ക് എന്നുള്ളൊരു വീട് കിട്ടുന്നതിൽ സന്തോഷമുണ്ട്. അതില് അവളില്ലാത്തത് അതെനിക്ക് തീരെ നഷ്ടം തന്നെ. തയ്യൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഹബീറയുടെ വീടെന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. മാതൃഭൂമിയുടെ പ്രവർത്തനം ഏറെ പ്രശംസനീയമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. മാതൃഭൂമി ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ട് ആ വലിയ മനുഷ്യസ്നേഹിയുമായിട്ട് ചേർന്നിട്ട് ഈ രീതിയിൽ നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 270ഓളം വീടുകൾ കൊടുത്തു എന്നുള്ളത് 270ഓളം വീടുകൾ കൊടുത്തു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു സംഗതിയാണ്. ചടങ്ങിൽ ഡോക്ടർ M ബഷീർ, ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ സോമരാജൻ, മാതൃഭൂമി റീജിയണൽ മാനേജർ വിനോദ് കുമാർ, എഡിറ്റർ സജിത് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഏപ്രിലായിരുന്നു തെരുവുനായുടെ കടിയേറ്റ ശേഷം പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും പേവിഷബാധയേറ്റ് നിയ ഫാത്തിമ മരിച്ചത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.